ഹലോ, എന്തു പറ്റി? എൻ്റെ കൂടെ വാ, എഴുന്നേറ്റ് വാന്നേ. തൽക്കാലം ഈ ഡ്രസ്സ് ഇട്. നിന്നെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഉള്ളിൽ എന്തോ ഒരു വിറയൽ, നിന്നെ കെട്ടിപ്പിടിച്ച് കിടക്കാനൊരു മോഹം. ഹലോ ആഷ്, മിസ്റ്റർ യോഹൻ 2-3 ദിവസത്തേക്ക് പുറത്തു പോവാണ്. നീ പെട്ടെന്ന് വീട്ടിലേക്ക് വരണം. എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ഹർഷ് കമ്പനിയുടെ പുതിയ മോഡലായ സീമയോടൊപ്പം ഇവിടെ ഉണ്ടെന്നാണ്. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം. ഈ സ്ഥലത്ത് സീമ എന്ന് പേരുള്ള ഒരേ ഒരു ആളേ ഉള്ളൂ. നീ വേഗം ഇവിടുന്ന് പോ. ആ ഹാർഷിനെ ഞാൻ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചു. അവനെ എങ്ങനെയെങ്കിലും കൊന്നു കളയും ഞാൻ. നീ അവനെ കൊല്ലേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഞാൻ അവനെ നേരത്തെ കൊന്നു. എന്താ? ഹലോ, എന്തു പറ്റി? ഹേയ്, ഹലോ, നിക്ക്. ഏയ്, നിക്കാൻ. അല്ല, നീ ആരാ? എന്താ നിനക്ക് പറ്റിയേ? ഇവിടുന്ന് പോ. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? തുടരുത്, 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 ഓക്കെ തുടരുത്. ഓക്കെ ഓക്കെ. വെള്ളം, ആ, വെള്ളം, വെള്ളം. ഇപ്പൊ റെഡിയായോ? എന്റെ പേര് സീമേന. ഞാൻ മോഡലാകാൻ വേണ്ടിയാ മുംബൈയിലേക്ക് വന്നത്. പക്ഷെ ഞാൻ ഈ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോ കുറച്ച് മോശപ്പെട്ട ആൾക്കാരുടെ കയ്യിലാണ് കുടുങ്ങിയത്. എന്നെ സഹായിക്കാന്ന് പറഞ്ഞിട്ട് എന്റെ സാധനങ്ങളെല്ലാം മോഷ്ടിച്ചു. എന്റെ പേഴ്സ്, എന്റെ മൊബൈൽ, പണം എല്ലാം മോഷ്ടിച്ചു. അതുമാത്രമല്ല, എന്റെ ബാങ്ക് അക്കൗണ്ടിലുള്ള എല്ലാ കാശും അടിച്ചു മാറ്റി. പക്ഷെ എങ്ങനെയോ ഞാൻ അവരുടെ അടുത്തുനിന്ന് രക്ഷപ്പെട്ട് ഓടി വന്നു. 3 ദിവസമായിട്ട് ആഹാരം കഴിച്ചില്ല. 3 ദിവസമായിട്ട് ആരും കാണാതെ ഇവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു. ശരി, വിഷമിക്കണ്ട. ഞാൻ നിനക്ക് ആഹാരം വാങ്ങി തരാം. അതിനു മുമ്പ് നീ എനിക്കൊരു കാര്യം ചെയ്തു തരണം. എന്നെ വിട്, എന്നെ വിട്, എന്നെ വിട്. എന്നെ ഒന്ന് ചെയ്യരുത് പ്ലീസ്. എന്നെ വിട്, എന്നെ വിട്, വിട്. എന്നെ വിട്, വിട്. വേണ്ട, ഇല്ല, വേണ്ട. പേടിക്കണ്ട, നീ എൻ്റെ കൂടെ വാ. നിനക്കെല്ലാം ഞാൻ വാങ്ങിത്തരാം. ഇല്ല, നേരത്തെ വന്നവരും ഇത് തന്നെ പറഞ്ഞത്. വേണ്ട, ഞാൻ വരില്ല. ഇറ്റ്സ് ഓക്കെ, നീ പേടിക്കണ്ടെന്നേ. വാ, നീ എൻ്റെ കൂടെ വാ. നേരത്തെ എന്നോട് സംസാരിച്ചവരും ഇത് തന്നെയാ പറഞ്ഞത്. ഈ ലോകത്തിലുള്ള എല്ലാവരും അങ്ങനെ ഒരേപോലെയൊന്നും അല്ല. എനിക്ക് എങ്ങും പോകാൻ താല്പര്യമില്ല. കുഴപ്പമില്ല, നീ വന്നേ. നീ ഇപ്പൊ എന്ത് ചെയ്യാൻ പോവാ? രാത്രി നീ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത് ഏറ്റവും വലിയ അപകടമാണ്. നിനക്കറിയില്ലേ, ഇവിടെ മുഴുവനും കാടാ, ഇവിടെ മുഴുവനും മൃഗങ്ങളാണ്. അതിന്റെ അടുത്തങ്ങനെ ചെന്ന് പെട്ടാ പിന്നത്തെ കാര്യം പറയണ്ടല്ലോ. എന്നെ നീ വിശ്വസിക്കുക. എന്റെ കൂടെ വാ, ഒരു കുഴപ്പമില്ല, വരാനേ. പോകാം, വാ. ഒന്നുമില്ലെന്നേ, വന്നേ. പിന്നെ നീ ആഹാരം കഴിഞ്ഞതിന് ശേഷം ഈ ഡ്രസ്സ് നീ ഇട്ടോ. ഇത് എൻ്റെ വൈഫിൻ്റെതാ. അവരെന്നെ തെറ്റിദ്ധരിക്കില്ലല്ലോ അല്ലേ? എന്നാൽ ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഒരുമിച്ചല്ല, ഞങ്ങൾ ഡിവോഴ്സ് ചെയ്തിരിക്കുക. ഇത് മുമ്പ് ഞങ്ങൾ ഒരുമിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഡ്രസ്സുകളാണ്. ഇത് നീ യൂസ് ചെയ്തോളൂ. പിന്നെ ഒരു കാര്യം, നിനക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു ബെഡ്റൂമും ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്.
വളരെ നന്നായിട്ടാ ചെയ്യുന്നത്. നീയെല്ലാം നന്നായിട്ട് ചെയ്തു. കൊള്ളാലോ, ഈ ചായ അടിപൊളിയായിട്ടുണ്ട്. ഞാൻ എത്ര ദിവസം ഈ വീട്ടിലുണ്ടോ അതുവരെ ഈ കിച്ചന്റെ ഉത്തരവാദിത്തം എനിക്കുള്ളതാ. ശരി, ഓക്കെ. പക്ഷേ ഇന്നലെ നടന്നതിനൊക്കെ സോറി. ഇന്നലെ ഞാൻ ശരിക്കും ടയേർഡ് ആയിരുന്നോണ്ട് താങ്കളോട് സോറി പോലും പറയാൻ പറ്റില്ല. താങ്ക് യു സോ മച്ച്. ഇന്നലെ നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്തായേനെ? ഞാൻ എങ്ങോട്ട് പോയേനെ? ആരോട് ചോദിച്ചേനെ? നിന്നെ ഞാൻ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഞാനും ഈ വീട്ടിലെ ഒറ്റപ്പെട്ടു പോയേനെ. അതായത് നിന്നെ കണ്ടുമുട്ടിയത് നന്നായെന്ന് തോന്നുന്നു. ശരി, അതൊക്കെ പോട്ടെ. നിനക്ക് നല്ല രീതിയിൽ മോഡലിംഗ് ചെയ്യണോ? അതെ. അതിനുവേണ്ടി ഒരുപാട് ആളുകളെ മീറ്റ് ചെയ്യണം. എക്സ്പെൻസീവായ ഡ്രസ്സുകളെല്ലാം വാങ്ങേണ്ടി വരും. പിന്നെ ഫോട്ടോഷൂട്ടെല്ലാം ചെയ്യേണ്ടി വരും. അതിനുവേണ്ടി ഒരുപാട് കാശ് വേണം. അതുകൊണ്ട് ഞാൻ നിന്റെ അക്കൗണ്ടിലേക്ക് കുറച്ച് പണം അയച്ചു തരാം. വേണ്ട, പക്ഷേ നീ ഇപ്പോൾ ഒന്നും മിണ്ടണ്ട. നീ മോഡലിംഗ് ചെയ്ത് നന്നായി വരുമ്പോൾ ഞാൻ പലിശ ഉൾപ്പെടെ തിരിച്ചു വാങ്ങാം. ശരി, ഞാൻ അയച്ചു കഴിഞ്ഞു. ചെക്ക് ചെയ്തോ? താങ്ക് യു സോ മച്ച് യുഗേന്ദർ. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്കറിയോ, എന്റെ ആക്ടിംഗ് കരിയർ തീർന്നു പോയെന്നാ വിചാരിച്ചത്. ഞാൻ അങ്ങനെയാ വിചാരിച്ചത്. നിങ്ങളൊരു സാധാരണ മനുഷ്യനല്ല കേട്ടോ. നിങ്ങളിപ്പോ എനിക്ക് ദൈവത്തെ പോലെയാ, മനസ്സിലായോ? ഞാൻ അങ്ങനെ ദൈവമൊന്നും അല്ലെന്നേ. ദൈവം എന്ന് പറയുന്ന വാക്കേ വലുതാ. ഞാൻ ഒരു സാധാരണ മനുഷ്യൻ മാത്രമാ. എന്റെ യാത്ര ഇന്ന് തുടങ്ങുകയാണ്. ഞാനിപ്പോ ഇറങ്ങട്ടെ. ഗുഡ് ലക്ക്. താങ്ക് യു. ഗുഡ് മോർണിംഗ് മിസ്റ്റർ യോഗേന്ദർ. എന്നെ കാണാൻ എങ്ങനെയുണ്ട്? നിന്നെ കണ്ട നാൾ മുതൽ എൻ്റെ ഉള്ളു പിടയുക. നിന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് കിടക്കാൻ തോന്നുക. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും നിന്നോട് തുറന്നു പറയാൻ പറ്റില്ലല്ലോ. കാരണം നിന്റെ മുന്നിലിപ്പോ ഞാനൊരു ദൈവത്തെ പോലെയാ. ഞാനിപ്പോ അങ്ങനെയൊന്നും ആഗ്രഹിക്കാനേ പാടില്ല. അല്ല യോഗേന്ദർ, ഇതെന്താ പകൽ സ്വപ്നമാണോ? എന്നെ കാണാൻ എങ്ങനെയുണ്ടെന്നാ ഞാൻ ചോദിച്ചേ. ഓ, ഓഫ് കോഴ്സ്. കുഴപ്പമില്ല. നിങ്ങൾക്കൊരു കാര്യം അറിയോ? എനിക്ക് മോഡലിംഗ് ചെയ്യാൻ കുറേ പ്രോജക്റ്റുകൾ കിട്ടിയിട്ടുണ്ട്. അതുവരെ കുറച്ച് ദിവസത്തേക്ക് നിങ്ങളെ ഞാൻ ശല്യം ചെയ്യും. അതിനുശേഷം ഞാനൊരു വീട് റെന്റിനെടുത്ത് അങ്ങോട്ട് മാറും. നിക്ക്. നിന്നോട് ആരാ പറഞ്ഞ എന്റെ കൂടെ ഉള്ളപ്പോ കുഴപ്പമാണെന്ന്? പക്ഷേ ഇങ്ങനെ എത്ര ദിവസം ഞാനിവിടെ താമസിക്കും? എന്നാലും പോകേണ്ടതല്ലേ? ലൈഫിൽ സെറ്റിൽ ആയതിനു ശേഷം നിനക്ക് എന്ത് ചെയ്യണോ ചെയ്തോ. അതുവരയ്ക്കും നീ ഇങ്ങനെയൊന്നും ആലോചിക്കാനേ പാടില്ല. അതുപോട്ടെ, എനിക്ക് കുറച്ച് നാൾ പുറത്തു പോകേണ്ട ആവശ്യമുണ്ട്. കാരണം ഞങ്ങളുടെ കമ്പനി ഈ ലോകം മുഴുവനും ബ്രാഞ്ചുകളുണ്ട്. അതുകൊണ്ട് എനിക്ക് പോകണം. പിന്നെ ഇവിടെ വെച്ച് നിനക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ എന്നെ വിളിക്കണം. ശരി, എനിക്ക് കൊണ്ടുപോകാനുള്ള ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യട്ടെ. ബൈ. ഹലോ ഹാഷ്. മിസ്റ്റർ യോഗേന്ദർ 2-3 ദിവസത്തേക്ക് പുറത്തു പോവുകയാണ്. അപ്പൊ പെട്ടെന്ന് വീട്ടിലേക്ക് വാ. ഹേയ്, നമുക്ക് രണ്ടുപേർക്ക് ഇവിടെ ശരിക്കും അടിച്ചു പൊളിക്കാവുന്നേ. ശരി, ഓക്കെ, ബൈ.
നീ പറഞ്ഞത് ശരിയാ. നിനക്കറിയാവോ, യോഗേന്ദർ വളരെ നല്ലവനാ. അതെയോ? ഇല്ല, പക്ഷെ അയാളുടെ ലൈഫിലെ എക്സൈറ്റ്മെന്റ് ലെവല് 0 ഉള്ളത്. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ നമുക്കിവിടെ 2-3 ദിവസം നന്നായിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാം. നീ പറഞ്ഞത് കറക്റ്റ് ആണ്. ശരി, ഒരു കാര്യം പറ മിസ്റ്റർ യോഗേന്ദർ, നിന്റെ അടുത്ത് എപ്പോഴെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് എന്തിനെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? നിനക്കൊരു കാര്യം അറിയോ, ഈ യോഗേന്ദർ ഒരു മനുഷ്യനേ അല്ല, അദ്ദേഹം ഒരു ദൈവമാ. അതെയോ? അപ്പോ ഞാനിപ്പോ നിന്നെ ടച്ച് ചെയ്യുകയാണെങ്കിൽ അപ്പോ നീ എന്നോട് എന്ത് പറയും? അത് പറ. ഞാൻ എന്താ പറയുന്നതെന്ന് മനസ്സിലായോ? നീ ഒരു വളരെ കുസൃതിക്കാരനാണെന്നാ. അങ്ങനെയാണെങ്കിൽ ഞാൻ തീർച്ചയായും ഒരു മോശമുള്ള വ്യക്തിയായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നു. മാറി നിൽക്കേ, എന്റെ വാങ്ങിക്കും. എനിക്ക് നീ എന്ന് വെച്ചാ ജീവൻ. എന്തായി ചെയ്യുന്നത് ഹർഷ്? മതി, നിർത്ത്, പറയുന്ന കേക്ക്. മതി. എഴുന്നേക്കാനല്ലേ പറഞ്ഞേ? ഫൺ ടൈം ഒക്കെ തീർന്നിരിക്കുക. ഇന്ന് മിസ്റ്റർ യോഗേന്ദർ വീട്ടിലെത്തും. അയ്യോ, ചായ താഴെ വീഴും. എനിക്ക് യാതൊരു വിഷമമില്ല. ഇതാരെ ഈ സമയത്ത്? മിസ്റ്റർ യോഗേന്ദർ ഉച്ചയോടെ വരത്തുള്ളെന്നാ പറഞ്ഞത്. നീ ഒരു കാര്യം ചെയ്യ്, നീ പെട്ടെന്ന് ഇവിടുന്ന് പോവാൻ നോക്ക്. ഞാൻ ആരാണെന്ന് പോയി നോക്കട്ടെ. ചെല്ല്. സീമ, മിസ്റ്റർ യോഗേന്ദർ ആണോ? സീമ, ഇത് യോഗേന്ദറിന്റെ വോയിസ് ആണല്ലോ. നോക്ക്, മിസ്റ്റർ യോഗേന്ദർ വന്നിരിക്കുന്നു. അദ്ദേഹം ഉച്ചയ്ക്ക് വരുമെന്നാ പറഞ്ഞത്, പക്ഷെ അതിനുള്ളിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? നിക്ക്, നീ ഒരു കാര്യം ചെയ്. ഈ ഡ്രസ്സ് നീ പിടിച്ചോ. നീ ഒരു ഡ്രസ് ഡിസൈനറിനെ പോലെ പുറത്തിരിക്കണം കേട്ടോ. അദ്ദേഹത്തിനോട് നീ ഒരു ഡ്രസ് ഡിസൈനർ ആണെന്നും അളവെടുക്കാൻ വന്നാണെന്നും പറയാം. അപ്പൊ 3 ദിവസം നിന്നെ അളക്കാൻ വേണ്ടിയാണ് ഞാൻ 3 ദിവസമായിട്ടുണ്ടെന്നുള്ളത് അദ്ദേഹത്തിന് ഇങ്ങനെ അറിയാം. ഒന്ന് പെട്ടെന്ന് ചെല്ല്. നീ ഇവിടെ വന്നിരിക്കേ. മിസ്റ്റർ യോഗേന്ദർ എത്തിയിരിക്കുക. അപ്പൊ നീ ഒരു ഡിസൈനറിനെ പോലെ ബിഹേവ് ചെയ്യണം കേട്ടോ. ഇവിടെ ഇരിക്കേ. എന്തു പറ്റിയടോ? കതവ് തുറക്കാൻ തനിക്ക് ഇത്രയും പാടോ? ഞാൻ എത്ര സമയം കൊണ്ട് ബെല്ലടിക്കുക? അല്ല, ഇതാരാ? ഇദ്ദേഹമാണ് ഹർഷ്. ഇതാണ് ഞങ്ങളുടെ കമ്പനിയുടെ ഡ്രസ് ഡിസൈനർ. ഇദ്ദേഹം അളവെടുക്കാൻ വേണ്ടി വന്നിരിക്കുക. ഹലോ. ഹായ്. ശരി, ഓക്കെ. അതിനുള്ള മെഷർമെന്റ് നീ കൊടുക്ക്, ഞാൻ പോയി കുളിച്ചിട്ട് വരാം. നല്ല കാര്യമാ ചെയ്തത് മിസ്റ്റർ ഡ്രസ് ഡിസൈനർ. അതുകൊണ്ട് നമ്മളിപ്പോ രക്ഷപ്പെട്ടു. ഞാൻ വീണ്ടും എപ്പോഴാ നിന്റെ ഈ മനോഹരമായ സൈസ് എടുക്കുന്നത്? വേണമെങ്കിൽ ഇപ്പൊ തന്നെ എടുത്താലോ?
സീമേ, എന്താ കാര്യം? അത് എനിക്ക് നല്ല രീതിയിൽ തലവേദന എടുക്കുന്നു. നീ പോയി പെട്ടെന്ന് ഈ മരുന്നൊന്ന് വാങ്ങിക്കൊണ്ടു വാ. ശരി. താങ്ക് യു. അർജന്റാ വേണം. ആ ശരി. പ്ലീസ് നിങ്ങളിരിക്കൂ. ആ താങ്ക് യു. ഇതാ നിങ്ങളുടെ മരുന്ന്. ആ താങ്ക് യു. ഇവിടെ അടുത്തൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് കുറെ ദൂരം പോകേണ്ടി വന്നു. ഐ ആം സോറി. നീ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ആ ഹർഷ് ഇവിടുന്ന് പോയോ? അയാൾക്ക് എന്തോ അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഇപ്പോൾ പോയതേ ഉള്ളൂ. നീ പോയി വേഗം ഒരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ട് ആ വന്നേ. ശരി, ഓക്കെ. ആ താങ്ക് യു. ഇന്ന വെള്ളം. ആ താങ്ക് യു. നിങ്ങളുടെ ടൂറൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ശരി, ഞാൻ പോയി ചായ ഇട്ടുകൊണ്ട് വരാം. ഇല്ലില്ല, പ്ലീസ് ഇരിക്കൂ. അതൊക്കെ പോട്ടെ. നിന്റെ ഡിസൈനർ ഫ്രണ്ട് ഹാഷ് കാണുമ്പോൾ തന്നെ വളരെ സുന്ദരനാണ് കേട്ടോ. അതെ, നിങ്ങൾ പറഞ്ഞ ശരിയാണ്. അയാൾ എത്രത്തോളം സുന്ദരനാണോ അതുപോലെ തന്നെയാണ് ആ ബെഡും. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഞാനിത് പറയാൻ പാടില്ലായിരുന്നു. ഇനിയിപ്പോൾ എന്തു ചെയ്യും? സീമേ, സീമേ, എന്നോട് ക്ഷമിക്കുക. ഐ ആം സോറി. നീ എന്തായാലും തെറ്റായിട്ട് എടുക്കണ്ട. ഇല്ല മിസ്റ്റർ യുഗേന്ദർ, ഇതൊക്കെ എൻ്റെ തെറ്റാണ്. നിങ്ങൾ എന്നെ എത്രത്തോളം സപ്പോർട്ട് ചെയ്തതാ. ദൈവത്തെ പോലെയുള്ള നിങ്ങളോട് ഞാൻ വിശ്വാസവഞ്ചന ചെയ്തു. എന്നെ ദൈവമൊന്നും മാത്രം വിളിക്കരുത്. ഇങ്ങോട്ട് നോക്ക്, ഞാൻ ദൈവമൊന്നും അല്ല. ഞാൻ മജ്ജയും മാംസവും ഉള്ള ഒരു വെറും മനുഷ്യനാ. സത്യത്തിൽ ഞാൻ നിന്നെ സ്നേഹിക്കുക. നിന്റെ സ്നേഹത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുക. ദേ നോക്ക്, നിന്നെ അവൻ്റെ കൂടെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. ദേ നോക്ക്, നിന്നെ സ്നേഹിക്കാനുള്ള അവകാശം എനിക്ക് മാത്രമേ ഉള്ളൂ. എനിക്ക് മാത്രം. പറയുന്ന കേക്ക്. ചീറ്റ്. നീ ഇത്രയ്ക്ക് വൃത്തികെട്ടവനാണെന്ന് ഞാൻ വിചാരിച്ചത് പോലുമില്ല. നിന്നെ ഞാൻ എത്രത്തോളം എനിക്ക് ബഹുമാനിച്ചിരുന്നു. അങ്ങനെയുള്ള ബഹുമാനമൊന്നും വേണ്ടെന്നേ. എനിക്ക് നിന്റെ സ്നേഹം മാത്രം മതി സീമേ. സോറി. ഇനി എനിക്കിവിടെ താമസിക്കാൻ പറ്റില്ല. എന്താ പറഞ്ഞേ? നീ എവിടേക്ക് പോകുന്നു? ഹർഷിന്റെ അടുത്തേക്ക് പോകും. ഇവിടെ ഞാൻ നേരെ അങ്ങോട്ടേ പോകും. ഞാൻ എന്റെ സാധനങ്ങളെല്ലാം എടുത്ത് ഇവിടുന്ന് ഇറങ്ങുക. പ്ലീസ് ഇവിടെ നിന്ന് പോകല്ലേ സീമേ. വളരെ നന്ദിയുണ്ട് ഇത്രയും ദിവസം ഈ വീട്ടിൽ എന്നെ താമസിപ്പിച്ചേന്. ഇങ്ങോട്ട് നോക്ക്, പ്ലീസ് പോകല്ലേ. എന്നെ വിട്. ഇതാരീ വന്നിരിക്കുന്നേ? നീയല്ലേ സീമ? അതെ, ഞാനാണ്. ഞാൻ രാഖി, ഹർഷന്റെ ഭാര്യ. ഞാനിപ്പോൾ ഏജൻസിന്നാ വരുന്നേ. അവിടെ പോയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് എൻ്റെ ഭർത്താവും നീയും തമ്മിൽ അഫയർ ഉണ്ടെന്നാണ്. നീ എവിടെയാ ഹർഷ്? ഇറങ്ങി വാ. എനിക്കറിയാം നീ അകത്തന്നെ ഉണ്ടെന്ന്. നീ പുറത്തിറങ്ങിയില്ലെങ്കിൽ ഞാൻ അകത്തേക്ക് വരും. ഒന്ന് നിക്ക്. ദേ നോക്ക്, നിങ്ങളെന്തോ തെറ്റായിട്ട് എടുത്തിരിക്കുക. ഇവിടെ ആരുമില്ലെന്നേ. എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ഹർഷ് കമ്പനിയുടെ പുതിയ മോഡലായ സീമയോടൊപ്പം ഇവിടെ ഉണ്ടെന്നാണ്. ഹർഷ് വീട്ടിൽ വന്നിട്ടില്ല. എന്റെ ഫോണാണെങ്കിൽ എടുക്കുന്നുമില്ല. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൊക്കോ. വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. ഈ നാട്ടിൽ സീമെന്ന് പേരുള്ള ഒരാൾ മാത്രമേ ഉള്ളൂ. വേഗം പൊക്കോ. നീ കണ്ടില്ലേ? നിനക്കിപ്പോൾ അവൻ്റെ കൂടെ പോണോ? ആ ഹർഷിനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചു
അവനെ തീർച്ചയായും ഞാൻ കൊന്നിരിക്കും. ദേ നോക്ക്, നീ അവനെ കൊല്ലേണ്ട ആവശ്യമില്ല. കാരണം അവനെ ഞാൻ തന്നെ നേരത്തെ കൊന്നു. ആ? എൻ്റെ കൂടെ വാ. വാ. ദേ നോക്ക്. ദേ നോക്ക്, ഇവൻ നിന്റെ കൂടെ ജീവിച്ച ഇവന് എങ്ങനെ ജീവൻ ഉണ്ടാകും? നിങ്ങൾക്ക് കോഫിയോ ടീയോ വേണോ? ആദ്യമല്ലേ വീട്ടിലേക്ക് വന്നേ? ആദിത്യ മര്യാദ ഒന്നുണ്ടല്ലോ. ദേ നോക്ക്, നീ എനിക്ക് മാത്രമുള്ളതാ. നിന്റെ ഈ ശരീരം എനിക്ക് മാത്രമുള്ളതാ. നിനക്ക് എന്നോട് ഇത്രത്തോളം ഇഷ്ടമുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും ഞാൻ നിന്നെ മാത്രമേ സ്നേഹിക്കുള്ളായിരുന്നു. ഇപ്പോഴും താമസിച്ചിട്ടില്ല. അപ്പോ അവസാനം നീ ഒത്തു വന്നുവല്ലേ? എത്ര നാളായി ഞാൻ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഹലോ പോലീസ്.